ഇതെങ്ങോട്ടാ പോയേ? അവരുടെ കാറ് കാണുന്നില്ലല്ലോ. ഈ വഴിക്ക് അവര് പോയത്. പിന്നെ ഇതെവിടെ പോയി? പിന്നെ എവിടെ പോയി രാജു? മൈക്ക് കുറച്ചുകൂടി സ്പീഡ് വിട്. വേഗം പോ രാജു. രാജു, അമ്മയുടെ കാറ് ഫോളോ ചെയ്. ജഗന്നാഥ, തനിക്ക് സുഖം തന്നെയല്ലേ? ഇത്രയൊക്കെ ആയിട്ടും നിനക്കൊരു പേടിയില്ലാത്തതാ എനിക്ക് അത്ഭുതം. അത് തന്നെ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത്. കൊല്ലടി എന്നെ. ഞാൻ ആഗ്രഹിക്കുന്ന മരണോ? നീ മരണമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിന്നെ ഞാൻ തൽക്കാലം കൊല്ലുന്നില്ല. നിന്റെ ആഗ്രഹം അങ്ങനെ നടപ്പാക്കണ്ട. നിന്നെ എനിക്ക് ഇനിയും വേണം. ഇങ്ങനെയിട്ട് നിന്നെ എനിക്ക് കൊല്ലാതെ കൊല്ലണം. നീ എന്നെ എത്ര ക്രൂരമായി ഉപദ്രവിച്ചാലും നിനക്കുള്ള ശിക്ഷയിൽ ദൈവം ഇളവ് തരില്ല. നീ ചെയ്തു കൂട്ടിയ എല്ലാ ദ്രോഹങ്ങളും ഒരിക്കൽ പുറത്തു വരും. നോക്കിക്കോ. ചെലക്കാതടാ, നാക്ക് ഞാൻ പിഴുതെടുത്ത് കളയും. ഞാനിപ്പോ വന്നതേ പ്രധാനപ്പെട്ടൊരു വിശേഷം പറയാനാ. പ്രതാപനെ അവന്റെ മകളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ എന്റെ മകളല്ലാന്ന്. ഞാനേ അവനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാ. അവനെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. ഞാൻ പറയുന്നതേ അവനനുസരിക്കൂ. ഞാനൊന്ന് വിരളിഞ്ഞൊടിച്ച വാലാട്ടുന്ന നായേ അവൻ. ഇപ്പോഴേ ഋതിക എങ്ങനെയാണ് അച്ഛനെ വിളിക്കുന്നതെന്ന് നിനക്കറിയോ? സാറെന്നാ. ഇനി ഉണ്ടാകാൻ പോകുന്ന എന്താന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. പ്രതാപനെ മകളെ അടിച്ച് പുറത്താക്കും. പ്രതാപനെ കൊണ്ട്. എന്താ മാഡത്തിന് പേടിയുണ്ടോ? പേടിയോ? എനിക്കോ? രാജു കൂടെ ഉള്ളപ്പോഴോ? രാജു കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ലോകത്തിൽ ഒന്നിനും പേടിയില്ല. മാഡത്തിന്റെ ബോഡി ഗാർഡ് ആവാനല്ലേ രാജുവിനെ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച. അല്ല, ഒരു കാര്യം ഞാൻ ചോദിക്കാൻ കാത്തിരിക്കായിരുന്നു. എന്താ രാജു? ഇത്ര പെട്ടെന്ന് ആ താലിമാല എവിടുന്ന് വന്നു? ഓ, അതാണോ? എന്റെ കഴുത്തിൽ കിടന്ന താലിമാലയില്ലേ, ആ താലിമാല തന്നെ ഇത്. കഴിഞ്ഞു പോയ ഒരു സ്വപ്നം. രാജു എന്നെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആ ദിവസം തന്നെ ഞാൻ ആ താലിമാല ഊരി. പക്ഷെ താലി ഞാൻ എപ്പോഴും സൂക്ഷിച്ചു വെക്കും. കയ്യില് മാത്രമല്ല, മനസ്സിലും.
മാഡം ഇങ്ങനെ ഇമോഷണൽ ആവണ്ട. മാഡത്തിന്റെ കണ്ണു നിറഞ്ഞ എന്റെ ഉള്ളം പിടയും. മാഡം എന്തായാലും ആ താലി സൂക്ഷിച്ചു വെച്ചത് നന്നായി. തൽക്കാലം നമ്മളെ രക്ഷപ്പെട്ടില്ലേ? ആ, നമുക്കെന്തായാലും ഫുഡ് കഴിച്ചിട്ട് മടങ്ങാല്ലേ? അല്ല, രാത്രി ഈ കാട്ടിൽ നിന്ന് എങ്ങനെ പോവും? വഴിയില് കാട്ടുപോത്തും കരടിയൊക്കെ ഉണ്ടാവില്ലേ? പിന്നെ മാഡം പറഞ്ഞതോ രാജു കൂടെ ഉണ്ടെങ്കിൽ ഒന്നിനും പേടിയില്ലാന്ന്. അതൊക്കെ ശരിയാ. പക്ഷെ കടവയ്ക്കും കാട്ടുപോത്തിനൊന്നും രാജുവിന് പരിചയമില്ലല്ലോ. ഇനി അവരെ എന്നെ പരിചയപ്പെടുത്താന്ന് വിചാരിച്ച ഈ പറഞ്ഞമാർക്ക് ആർക്കും വിവരവും വിദ്യാഭ്യാസവും ഇല്ല. പിന്നെന്തീ കൊടുങ്കാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ഒരു വഴി? ഞാൻ അച്ഛനൊന്ന് വിളിക്കട്ടെ. ഹലോ, ആ അച്ഛാ പറയടാ, നീ എവിടെയാ? അച്ഛാ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറയാം. ഞാനും മാഡം കൂടി മറ്റൊരു കാര്യത്തിനായിട്ട് ഇവിടെ വന്നത്. എവിടെ? ആ, മയിലാടുംപാറ അരുവിക്കാട് ഫോറസ്റ്റില്. പൊന്നു ചെക്ക, രാത്രിയില് ആ വഴിയിൽ യാത്ര ചെയ്യല്ലേ.